റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് പരിശുദ്ധമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ലൈലത്തുൽ നൂറിന്റെ പവിത്രമായ രാവിൽ മുത്തു റസൂലുള്ളാഹി തങ്ങളിലേക്ക് മുഖം തിരിച്ചു വെച്ച് അവിടുത്തെ പവിത്രമായ ഹളറത്തിൽ അള്ളാഹുവേ ഈ പവിത്രമായ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്ത് അള്ളാഹുവേ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ പരിശുദ്ധമായ ഖുർആനുകളും ദിക്റുകളും സ്വലാത്തുകളും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും അവിടുത്തെ പരിശുദ്ധമായ മൗലിദും മഹാന്മാരുടെ പേരിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്തും അള്ളാഹുവേ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് ആമീൻ പറയുന്ന മുത്തുമോമിനീങ്ങളും മുത്തുമോമിനാത്തുകളും എല്ലാം കൊണ്ടും ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാ, ഖൽബ് നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ, വിവാഹ കളെ കൊടുക്കണേ അല്ലാ, കടങ്ങള് വീട്ടിൽ തരണേ അല്ലാ, മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ, ദുനിയാവിൽ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ, നിങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ, മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് സഹോദരിമാര് അവരും അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുമായി ആരൊക്കെ മരണപ്പെട്ട് ഖബറുകളിലുണ്ടോ, ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തിരുന്നവർ, ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയിരുന്നവർ, ദിക്ർ ചൊല്ലിയിരുന്നവർ, മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മദനിയും കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ, അതുകൾ നീ ഹാസുലാക്കണേ അല്ലാ. മദനിയത്തിൽ പങ്കെടുക്കുന്ന മതേ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ, അവരുടെ മുറാദ് നീ ഹാസുലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഭാര്യമാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ, രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, എല്ലാ നിലക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബങ്ങളെയും ഞങ്ങളെ കൂട്ടുകാരെയും ഞങ്ങളെ സുഹൃത്തുക്കളെയും ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും നീ അനുഗ്രഹങ്ങൾ ചൊരിയണേ അല്ലാ, നീ കാവലാകണേ അല്ലാ. ഒരു അപകടത്തിലോ ഒരു മുസീബത്തുകളിലോ ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ മരണം മദീനയിൽ വെച്ചാക്കണേ അല്ലാ, മരണം മദീനയിൽ വെച്ചാക്കണേ അല്ലാ. ജന്നത്തുൽ ബഖീൽ നല്ല ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് നീ സ്ഥലം ഏർപ്പാട് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഈ റബീഉൽ അവ്വൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ, മദീനയിൽ എത്തിക്കണേ അല്ലാ. എല്ലാവരെയും ആമീൻ പറയുന്ന മുഴുവൻ ആളുകളെയും നീ മദീനയിൽ എത്തിക്കണേ അല്ലാ, വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങള് മദീനയിലെത്താൻ ഞങ്ങളെ സഹായിച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നവർ, ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തവർ, അല്ലാഹുവേ ഈ പച്ചക്കുബ്ബയിലേക്ക് നോക്കി നിന്ന് ഇങ്ങനെ മജ്ലിസ് നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നവർ, അല്ലാഹുവേ ഞങ്ങൾ അബൂബക്കർ ഹാജി അടക്കം എല്ലാവർക്കും, അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസുകളിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ ഹബ്ബ് വെക്കുന്നവർ, ഞങ്ങളെ പ്രിയം വെക്കുന്നവർ, ഞങ്ങളെ മജ്ലിസുകളെ ഏറ്റെടുത്തവർ, സഹായിച്ചവർ, അഹ്ലു ബൈത്തിനെ വീട് കെട്ടിക്കൊടുക്കാൻ വേണ്ടി സഹായിച്ചവർ, അല്ലാഹുവേ ഞങ്ങളെ മദനിയം ക്യാമ്പസിനെ സഹായിച്ചവർ, അതിലേക്ക് പണങ്ങൾ തന്നവർ, അഹ്ലു ബൈത്തിന്റെ വീട് നിർമ്മാണത്തിലേക്ക് സ്വർണങ്ങൾ തന്നവർ, അല്ലാഹുവേ ഞങ്ങളൊക്കെ എന്ത് ചോദിച്ചാലും അതിലേക്കൊക്കെ തരുന്നവർ, താലിമീങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി തന്നവർ, തന്നുകൊണ്ടിരിക്കുന്നവർ, ഞങ്ങളെ കുതുബിയത്തിലേക്ക് നേർച്ചയാക്കിയവർ, അല്ലാഹുവേ ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ തന്നവർ, വസ്ത്രങ്ങൾ കൊണ്ടു തന്നവർ, അല്ലാഹുവേ അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് എന്തെല്ലാം ആരെല്ലാം എപ്പോഴെല്ലാം എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തുവോ, ഈ മദനീയം കുടുംബത്തിൽ ഓരോരുത്തർക്കും ആരെല്ലാം എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തുവോ,
എല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ, പൊരുത്തപ്പെടണേ അല്ലാ. എല്ലാവരുടെ മുറാദും നീ ഹസുലാക്കണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. മദീനയാണ് സ്വർഗമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ആ സ്വർഗത്തിൽ ഞങ്ങൾക്കും നീ ഒരിടം തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഉഹദ് മല സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഞങ്ങളെ കണ്ണുകൊണ്ട് ആ മല നീ പൂർണ്ണമായി കാണിച്ചു തന്നു. സ്വർഗത്തിലും ഞങ്ങൾക്ക് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കാണണം, അവിടുത്തെ കൈപിടിച്ച് ചുംബിക്കണം, കാൽപാദത്തിലേക്കൊന്ന്, അതെ ആ കാൽപാദത്തൊട്ട് മുത്തണം, ചുംബിക്കണം, കാലുകളും ചുണ്ടുകളും അവിടെ വെച്ച് മതി വരുവോളം ആസ്വദിക്കണം. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ റഹ്മാനേ.